നമസ്കാരം. കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ സത്സംഗ കൃഷ്ണനായിട്ട് ആനപ്പുറത്തിരിക്കുന്ന ഉണ്ണികൃഷ്ണനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഉത്സവകാലത്ത് മുഴുവനായിട്ട് നമ്മൾ ആനപ്പുറത്തിരിക്കുന്ന ഉണ്ണികൃഷ്ണനെ കാണാൻ ഇടയായിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ആനപ്പുറത്ത് നിന്ന് ഇറങ്ങാൻ ഉണ്ണിക്ക് എത്രയായാലും ഇഷ്ടമില്ല, അത്ര ഇഷ്ടമാണ് ആനപ്പുറത്തിരിക്കുന്നത്. ആനപ്പുറത്തിരിക്കുമ്പോൾ അനേകം കാര്യങ്ങളുണ്ട് അത്രേ. എന്താ കാര്യം? എന്നെ കാണാൻ വരുന്ന ആളുകൾക്ക് അവർക്ക് എന്നെ കാണാൻ സാധിച്ചില്ലെങ്കിൽ അവരെ കാണാൻ ഞാൻ അങ്ങോട്ട് വരും എന്നാ ഗുരുവായൂരപ്പൻ പറയണത്. അത് മാത്രമല്ല, ഈ ആനപ്പുറത്തിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഗുരുവായൂരപ്പനെ എല്ലായിടത്തേക്കും കണ്ടെത്തൂട്ടോ. എല്ലായിടത്തേക്കും എന്ന് പറഞ്ഞാൽ ആ കൂവളത്തിന്റെ ചുവടെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, വരിയിൽ നിൽക്കുന്ന ആൾക്കാരെ പാൽപ്പായസം വാങ്ങാനും അതിനൊക്കെ ആയിട്ട് ഷീട്ടെടുക്കാൻ നിൽക്കുന്ന ആൾക്കാരെ കാണാം. ജനറൽ ക്യൂ സംവിധാനത്തിലെ ആരൊക്കെയാ അവിടെ നിന്ന് കഷ്ടപ്പെടണേ ബുദ്ധിമുട്ടണേ അത് കാണാൻ പറ്റും. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ എന്തൊക്കെ പരിപാടികളാണ് നടക്കണേ അതെല്ലാം കാണാൻ പറ്റും. എല്ലാം കാണാനായിട്ട് ആനപ്പുറത്ത് കയറിയിരിക്കുകയാണോ നമ്മുടെ ഉണ്ണികൃഷ്ണൻ എന്ന് തോന്നാൻ പാകത്തിന് വീണ്ടും ആനപ്പുറത്തിരിക്കുന്ന ഉണ്ണികൃഷ്ണന്റെ പാദ നമസ്കാരം ചെയ്യുന്നു. അപ്പം കൃഷ്ണപാദമനിശം ഹൃദയ ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദയ ഭാവയാമി. ഇന്നലെ നമ്മൾ ഗുരുവായൂരപ്പൻ, നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ഉണ്ടാവും എനിക്കറിയാം കേട്ടോ. സംശയങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ ഷോർട്സിലൂടെ മറുപടി തരാം. നമ്മൾ ഈ ഫുൾ വീഡിയോയിൽ ഇപ്പോൾ ഒന്ന് ഗുരുവായൂർ ക്ഷേത്രം വീണ്ടും നമ്മുടെ ഭാവനയിൽ പോയി തൊഴുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇന്നലെ പ്രദക്ഷിണമായിട്ട് ഇങ്ങനെ വന്ന് അയ്യപ്പൻ്റെ അവിടം വരെ എത്തി അയ്യപ്പസ്വാമിയൊക്കെ തൊഴുത് റെഡിയായി നിൽക്കുകയാണ് അല്ലെ മുന്നോട്ട് പോകാനായിട്ട്. ഇനിയും മുന്നോട്ട് നടക്കുന്ന സമയത്ത് അയ്യപ്പസ്വാമിയെ തൊഴുത് ഉടനെ നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ നമ്മുടെ കൈൻ്റെ ഇടതുവശത്തായിട്ട് അവിടെ ഒരു തിടപ്പള്ളി കാണാൻ സാധിക്കും കേട്ടോ. ആ തിടപ്പള്ളിയിൽ വലിയ നാലുകാതൻ ചിരക്ക്, പായസം വെക്കുന്ന ചിരക്ക് കാണാം. ആ ചിരക്ക് ക്രെയിനൊക്കെ ഉപയോഗിച്ചിട്ടാണ് അതിനകത്തേക്ക് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെ എങ്ങനെ കഴുകി വൃത്തിയാക്കുക എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നാൻ സാധ്യതയുണ്ട്. എന്തായാലും പായസമൊക്കെ വെക്കൽ കഴിഞ്ഞ് പായസം മുക്കി അകത്തേക്ക് കൊണ്ടുപോയി നീതിക്കാനൊക്കെ കൊണ്ടുപോയതിന് ശേഷം തിടപ്പള്ളി ശുദ്ധം മാറാനായിട്ട്, അതായത് അവിടെ ബാക്കിയുള്ള ആളുകൾ വരും, ക്ലീനിങ് സ്റ്റാഫുകൾ വരും, അവരെല്ലാം ക്ലീൻ ചെയ്ത് അതിനുശേഷം ഈ ചിരക്കിൽ വെള്ളം ഒഴിച്ച് കഴുകി അവിടെ തന്നെ വെച്ച് കഴുകി വൃത്തിയാക്കി അതിനുശേഷം ഈ കഴുകിയ പാത്രങ്ങളെല്ലാം കമിഴ്ത്തി വെച്ചാലാണ് അത് തളിച്ച് ശുദ്ധമാക്കി എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സമ്പ്രദായമുണ്ട്. അപ്പോൾ ഇത് കമിഴ്ത്തി വെക്കാൻ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ പാലൊഴിച്ച് ശുദ്ധമാക്കുക എന്നൊരു ചടങ്ങുണ്ട് കേട്ടോ. എന്താ പാലൊഴിച്ച് ശുദ്ധാക്കണമെന്ന് ചോദിച്ചാൽ ഗോരസങ്ങൾക്കൊന്നും അശുദ്ധി ഇല്ല എന്നാ പറയാ. അപ്പോൾ ആ അശുദ്ധി ഉണ്ടാവാതിരിക്കാനായിട്ട് പാലൊഴിച്ച് ശുദ്ധമാക്കി വയ്ക്കും കേട്ടോ. അപ്പോൾ ഒരു തളിക്കുക അത്രേ ഉള്ളൂ. അങ്ങനെ അത് ശുദ്ധമാക്കി എടുക്കുന്ന ആ ചിരക്ക് അത് പിറ്റേ ദിവസം പായസം വെക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് കേട്ടോ. അതിനൊക്കെ എന്താ പറയുക, ഗുരുവായൂരപ്പന് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരോട് ഭഗവാനെ പ്രത്യേകം വാത്സല്യം ഉണ്ട് കേട്ടോ. യാതൊരു സംശയവും ഇല്ല. അതവിടെ അടിച്ചു വാരുന്ന ആളുകൾ തുടങ്ങി ആ തന്ത്രി അദ്ദേഹം വരെയുള്ള എല്ലാ ആളുകളോടും ഗുരുവായൂരപ്പന് ഒരു പ്രത്യേക വാത്സല്യം ഉണ്ട്. കാരണം അവർ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും അത് ഗുരുവായൂരപ്പന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഗുരുവായൂരപ്പനെ കാണാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അത് അങ്ങനെ തന്നെയാണ് ഗുരുവായൂരപ്പൻ എടുക്കാറുള്ളത് കേട്ടോ. ആഫ്റ്റർ ഓൾ ദേ ആർ കുക്സ് എന്ന് പറഞ്ഞ് ഒരു വിഭാഗത്തിനെ മാറ്റി നിർത്താനൊന്നും പറ്റില്ല. എല്ലാ വിഭാഗക്കാരും, അതിൽ ഒരു ജീവനക്കാരൻ വന്നില്ലെങ്കിൽ ആ ഒരു പണി അവിടെ വേറൊരാൾ നിവർത്തിക്കേണ്ടി വരില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് ജോലികൾക്കും ഗുരുവായൂരപ്പന് വേണ്ടി എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഏത് ജോലികൾക്കും പ്രാധാന്യമുണ്ട്. അത് അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാവുകയും ചെയ്യും. കാരണം സാധാരണ നമുക്ക് വരുന്ന പ്രശ്നങ്ങളെല്ലാം ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക് വന്നു കഴിഞ്ഞാൽ അവരതിനെ നേരിടുന്ന രീതി വളരെ വ്യത്യസ്തമാണ് കേട്ടോ. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഒരു കുപ്പി നെയ്യോ അതല്ലെങ്കിൽ ഒരു ശയനപ്രദക്ഷിണമോ ചെയ്താണ് അവരതിനെ നേരിടാറുള്ളത്. കാരണം അവർക്ക് ഉറപ്പുണ്ട് അവരുടെ ആ പ്രശ്നം അവർ വിചാരിച്ചാൽ തീരില്ല, ഗുരുവായൂരപ്പൻ വിചാരിച്ചാലേ തീരുള്ളൂ എന്ന്. അതേമാതിരി നമ്മൾ ഓരോരുത്തർക്കും ആ വിശ്വാസത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ അല്ലേ. ഇനിയും മുന്നോട്ട് നടക്കുമ്പോൾ നമ്മുടെ കയ്യിൻ്റെ ഇടതുവശത്ത് ചകിരികൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാട്ടോ. ഇത് ഗുരുവായൂരപ്പന് പാൽപ്പായസവും മറ്റു നിവേദ്യ സാധനങ്ങളും തയ്യാറാക്കാനാണ്. എന്താ ഇതൊക്കെ തെക്ക് വശത്ത് കൂട്ടിയിട്ടിരിക്കണേന്ന് ചോദിച്ചാൽ തെക്കേ ഗോപുരവാതിലിലൂടെയാണ് ഇതെല്ലാം വരാറുള്ളത്. കാരണം അവിടെ വാഹനങ്ങൾ നിർത്തിയിട്ട് അവിടെ നിന്ന് എടുത്തു കൊണ്ടുവരാൻ എളുപ്പമുണ്ട്. തിടപ്പള്ളി ആണെങ്കിൽ, തിടപ്പള്ളി എന്ന് പറയുന്നത് പാചകശാല,
തിടപ്പള്ളി ആണെങ്കിൽ തെക്ക് വശത്താണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് ഈ ചകിരിയും മറ്റു വിറക് സാധനങ്ങളാണെങ്കിലും പാല് പോലുള്ള പാൽപ്പായസം തയ്യാറാക്കാനുള്ള പാല് പോലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിലും വലിയ വലിയ വാഹനങ്ങളിലാക്കി കൊണ്ടുവരുന്നത് തെക്കേ ഗോപുരനടയുടെ അവിടെയാണ് വെക്കുക. ആ ഗോപുരവാതിൽ ഒരിക്കലും നമ്മൾ ഭക്തജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാറില്ല. പകരം ഇതുപോലുള്ള സാധനങ്ങൾ കൊണ്ടുവരാനാണ് തെക്ക് വശത്തെ വാതിൽ ഉപയോഗിക്കാറുള്ളത് കേട്ടോ. അങ്ങനെ ആ നടയിലൂടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുന്ന ചകിരികളൊക്കെ കാണാൻ സാധിക്കും. പിന്നെയും മുന്നോട്ട് നടക്കുന്ന സമയത്ത് നമുക്ക് ആധ്യാത്മിക ഹാള് കാണാൻ സാധിക്കും. അതെവിടെയാ കാണാൻ സാധിക്കുക? മുകളിലേക്ക് നോക്കൂ. രണ്ട് വശത്തായിട്ട്, അതായത് തെക്ക് വശത്തും പടിഞ്ഞാറ് വശത്തുമായിട്ട് നമുക്ക് ആധ്യാത്മിക ഹാള് കാണാൻ സാധിക്കും കേട്ടോ. ഈ ആധ്യാത്മിക ഹാളിന്റെ ജനലഴികൾക്ക് വരെ പ്രത്യേകതകളുണ്ട്. എന്താ ജനലഴികളുടെ പ്രത്യേകത എന്നല്ലേ? അവിടെ രാധാകൃഷ്ണന്മാരുടെ രാസനൃത്തം പോലെയാണ് അതിൻ്റെ രൂപകൽപ്പന. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ, അതായത് തെക്ക് പടിഞ്ഞാറ് വശത്തായിട്ട് മുകളിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ജനലഴികൾ പോലെ കാണാൻ സാധിക്കും നമുക്ക്. ഈ ജനലഴികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് ശരിക്കും രാസനൃത്തം ചെയ്യുന്ന രാധാകൃഷ്ണന്മാരുടെ രൂപത്തിൽ, വള്ളിക്കുടിലുള്ള രാധാകൃഷ്ണന്മാരുടെ രൂപത്തിലാണ് ആ ശില്പങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക കേട്ടോ. ജനലഴികൾ നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങോട്ട് പ്രവേശിക്കാനുള്ള ഗോവണിയുണ്ട് അവിടെ. പടിഞ്ഞാറ് വശത്തേക്ക് അഭിമുഖമായിട്ട് നമുക്ക് കയറാൻ സാധിക്കുന്ന തരത്തിൽ അവിടെ ഉണ്ട് കേട്ടോ. ആ ഗോവണി കയറി ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൻ്റെ ഇടതുവശത്തും വലതുവശത്തും 2 ഹാള് കാണാൻ സാധിക്കും. അതിൽ ഒരു ഹാള് AC ഹാളാണ്. അത് മുൻകൂട്ടി ബുക്ക് ചെയ്ത പ്രഭാഷകരോ അതല്ലെങ്കിൽ മറ്റ് എന്താ പറയുക, സപ്താഹങ്ങൾ നടത്തുന്ന ആളുകൾ ബുക്ക് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ. ഇതേമാതിരി നമ്മുടെ കയ്യിൻ്റെ മറ്റേ വശത്ത് കിട്ടുന്ന അത് ചെറിയ ഹാളാണ്. അവിടെയാണ് എല്ലാ ദിവസവും സഹസ്രനാമം നടക്കാറുള്ളത്. സഹസ്രനാമം മാത്രമല്ല കേട്ടോ, ഇപ്പോൾ അതായത് 9 മണിക്ക് ഒരു ഹരേരാമ ചൊല്ലലുണ്ട്. അത് ഭഗവതികേട്ടിലായിരുന്നു പതിവ്. അത് ഇപ്പോൾ ഈ ആധ്യാത്മിക ഹാളിലാണ് പതിവുള്ളത്. അതേമാതിരി ഞാൻ എപ്പോഴും പറയാറുണ്ട്, രാവിലെ 5:30 മണിക്ക് തുടങ്ങിയിട്ട് അവിടെ ഗംഭീരമായിട്ട് ഭജന നടത്താറുണ്ട് എന്ന്. ആ ഭജനയും ഇപ്പോൾ ഈ ആധ്യാത്മിക ഹാളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. വടക്ക് വശത്താണ് പതിവുണ്ടായിരുന്നത്, അത് ഈ ആധ്യാത്മിക ഹാളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഈ ആധ്യാത്മിക ഹാളും കടന്ന് അതിവിടുന്ന് തൊഴുത് നമസ്കരിച്ച്, അവിടെ എന്തെങ്കിലും നടക്കണമെങ്കിൽ നിങ്ങൾ കയറി നമസ്കരിച്ചോളൂ. ആർക്ക് വേണമെങ്കിലും കയറി നമസ്കരിക്കാം കേട്ടോ. കയറി നമസ്കരിച്ച് താഴേക്ക് വീണ്ടും ഇറങ്ങി വരുമ്പോൾ നമുക്ക് അവിടെ ഒരു ശില്പം കാണാൻ സാധിക്കും കേട്ടോ. അർജുനന് ഗീതോപദേശ സമയത്ത് വിശ്വരൂപം കാണിച്ചു കൊടുക്കുക എന്നൊരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗമാണ് അവിടെ മരത്തിൽ കൊത്തിവെച്ച ശില്പത്തിൻ്റെ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അനേകം ശിരസ്സുകളോട് കൂടിയിട്ടുള്ള വലിയ ഭഗവാന്റെ രൂപമാണ്. അർജുനൻ താഴെ തൊഴുത് കൈകളോടുകൂടി ഭഗവാനെ തന്നെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. ഈ വിശ്വരൂപ ദർശനത്തിന്റെ മുൻപിൽ ഭഗവത്ഗീതയിലെ വിശ്വരൂപ ദർശനം എന്ന അധ്യായം അറിയുന്നവരെ ചൊല്ലി നമസ്കരിച്ചോളൂ. അല്ലെങ്കിൽ നാരായണായേതി സമർപ്പയാമി എന്ന് ചൊല്ലി നമസ്കരിക്കാൻ സാധിക്കും. അവിടെയും കൂടി കണ്ടു തൊഴണം എന്നുള്ളത് തന്നെയാട്ടോ. അത് നല്ല പ്രാധാന്യം അർഹിക്കുന്ന ഒരു ശില്പം തന്നെയാണ്. നോക്കൂ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇതൊക്കെ റീസെന്റ് ആയിട്ട് വന്നതാട്ടോ, ഇതിനു മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും എന്താ ഇത്രയും പ്രാധാന്യം എന്ന് പറയുന്നത് എങ്കിൽ ഗുരുവായൂരപ്പൻ അത് അത്രയധികം അംഗീകരിച്ചു എന്നുള്ളത് കൊണ്ടല്ലേ അത് അവിടെ എല്ലാ ദിവസവും കാണാൻ പാകത്തിന് ഒരു ചില്ലുകൂട്ടിലാക്കിയിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഭക്തജനങ്ങൾ കാണണം എന്നുള്ളത് ഗുരുവായൂരപ്പൻ്റെ നിശ്ചയമല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെയും കൂടി പോയിട്ട് ഒന്ന് തൊഴുത് നമസ്കരിച്ചോളൂ. പിന്നെയും നമ്മൾ പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ അവിടം വരെ പ്രദക്ഷിണമായിട്ട് പോകുമ്പോൾ ഈ പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ അവിടെ നിന്നുകൊണ്ട് നമ്മൾ നേരെ നോക്കേണ്ടത് ശ്രീലകത്തിൻ്റെ ആ താഴികക്കുടത്തിലേക്കാണ് കേട്ടോ. അവിടെ നമുക്ക് ആ താഴികക്കുടം കണ്ട് ഒന്ന് തൊഴുന്ന അവിടെയൊക്കെ തൊഴുത് നമസ്കരിക്കുക എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് കേട്ടോ. പണ്ട് കാലങ്ങളിലൊക്കെ ചെയ്തിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവിടെ താഴികക്കുടം നോക്കി ഒന്ന് നന്നായിട്ട് തൊഴുതോളൂ. ശ്രീ ഗുരുവായൂരപ്പൻ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അപ്പം നമ്മളിങ്ങനെ പ്രദക്ഷിണമായിട്ട് ഇപ്പോൾ പടിഞ്ഞാറേ ഗോപുരം വരെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ഭാഗങ്ങളുമായിട്ട് ഞാൻ അടുത്ത ദിവസത്തെ വീഡിയോയിലൂടെ വരാം എന്ന് വിചാരിക്കുന്നു. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ, ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.